You can kill the lights, you can draw the blinds. My heart shackled down, bound to your bed. Can you stay a while? Keep me by your side. Fill my scattered heart, fix me, I said. We could lay here underneath the river. If you stay, if you stay, we could sleep here underneath the river. If you stay, if you stay, we could go home. We could go home, down below, low, low. Nobody knows where we will go, down below, low, low. Can we stay inside, lay here by the fire? Please don't let me go, say it ain't so. Leave me in the night with no warning sign. Are we burning out mirrors and smoke? We could lay here underneath the river. If you stay, if you stay, we could sleep here underneath the river. If you stay, if you stay, we could go home. We could go home, down below, low, low. Nobody knows where we will go, down below, low, low. We could lay here underneath the river. If you stay, if you stay, we could sleep here underneath the river. If you stay, if you stay, we could go home. We could go home, down below, low, low. Nobody knows where we will go, down below, low, low. We could go home, down below, low, low. Nobody knows where we will go, down below, low, low. ഞാനെന്തോ ചെയ്യേണ്ടു നിനക്കേശുവര ഇപ്പോഴെന്തോ ചെയ്യേണ്ടു നിനക്കേശുവര നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്ദി നിറയുന്നെൻ സന്നാമോടെ സ്തുതി പാടിയിടുന്നേ ദേവാസന്ന
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയിൽ നിന്നിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ 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 ഒരിക്കൽ സ്തുതി. സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കണ്ടു ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സമാധാനം. തലമുറ തലമുറകളായി ഞങ്ങളുടെ സംഗീതഭയമായിരിക്കുന്ന സുഖീതയുമേ കരുണേ കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനാണ് അവിടത്തേക്ക് സ്തോത്രം ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് ഭവനത്തിലായിരിക്കും കർത്താവെ കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്ന ദൈവമകനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കുടുംബജീവിതമാണ് മറുദേശത്തെ സ്ഥാപിച്ച് എന്റെ മധ്യതവണ സുഖി ദൈവമേ, അവിടുത്തെ കരങ്ങൾ കൂടെ ഉണ്ടാകണമേ. പ്രിയ മകനെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൈതൃപ്രായമുള്ള ദൈവകരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രിയ മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകളും ഒക്കെയും പ്രിയ മകനെ വർഷിക്കുന്നതുമാറായാലും പഠിക്കുവാനും ഞാനും അറിയുവാനും ജോലിയുടെവരൊക്കെ അവിടുന്ന് അവസരം ഒരുക്കിയതിനെ ബോധ്യപ്പെടുത്തുന്നു. ദൈവമായ കർത്താവെ, ചാർച്ചക്കാരെ ഗുരുക്കന്മാരെ സഹോദരങ്ങളെ കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രാർത്ഥനകൾ പ്രിയമാകന്റെ നല്ല ജീവിതത്തിൽ ഉതകുമാറാകണമേ. ദൈവമായ കർത്താവെ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ തണലായി കൂടെ ഉണ്ടാകണം. അബ്രഹാമിനെയും സാറായി വാഴ്ത്തിയതുപോലെ സ്വർഗീയമായ നൽവരങ്ങളാൽ വാഴ്ത്തണമേ. സന്തോഷത്തിലും ദുഃഖത്തിലും കർത്താവ് പ്രയാസങ്ങളിലും നന്മയിലും ഒക്കെയും നിന്റെ കരം പിടിച്ച് നടക്കുവാനൊക്കെ പ്രിയ മക്കളെ അവിടെ ഇടയാക്കണേ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ തലമുറകളെ നൽകി പ്രിയ മകനെ അവിടെ അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ കൃപയ്ക്ക് അവരെ യോഗ്യരാക്കി തീർക്കുമാറാകണമേ. ദൈവമായ കർത്താവെ, വിവാഹോദാശ പരിശുദ്ധാത്മ നൽകുകൊണ്ട് നിറയ്ക്കണമേ. വിവാഹം എന്നത് പരസ്പരം ഉടമ്പടിയല്ല, അവിടുത്തെ വനമാണ്, അവിടുത്തെ കൃപയാണ്. അവരെ ബോധ്യത്തോടെ കുടുംബിച്ച് പ്രവേശിക്കുവാൻ പരസ്പര സ്നേഹായിക്യത്തോടു കൂടി ദൈവകൃപയോടുകൂടി കർത്താവെ ജീവിപ്പാൻ കരുണയും കാവലും കൂടെ ഉണ്ടാകണമേ. കർത്താവെ, മകനാട് ഒരിക്കലും മകൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. മകളുടെ ചാർച്ചക്കാരെയും മാതാവിനെയും ഒക്കെ പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രാർത്ഥനകൾ കർത്താവെ അവിടെ കുടുംബജീവിതത്തിന് നല്ല സാന്നിധ്യമായി തീരുമാനമാകണമേ. കടന്നുവന്നവരുടെ പ്രാർത്ഥനകളെ സമർപ്പിക്കും. ഞങ്ങളൊക്കെ ബലഹീനം കുറവുള്ളവരുമാണ്. പ്രിയമാന്റെ നല്ല കുടുംബം സന്തോഷിക്കുവാൻ പടയങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ സുഖീയമായി കൃപയ്ക്ക് യോഗ്യരായി തീർക്കണമേ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വാങ്ങി വന്നവരുടെ പ്രതീക്ഷയിൽ ആശ്വാസം ഒരിക്കൽ കൂടി മകനായിട്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മുടെ സർക്കാരാദികൾക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കാനാവിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ആ വീടിന്റെ കല്യാണ വീടിന്റെ കുറവുകളെ തീർത്തു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ കർത്താവെ കുറവുകൾക്ക് നൽകുവാനും കുറവിൽ ആയിരിക്കുവാൻ തക്കോളം സഹായിക്കണമേ. അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആയതിന് നിന്റെ പിതാവ് പരിശുദ്ധ സ്തോത്രം കരേറ്റുന്നതേ ആമേൻ. പിതാവാദികളുടെ സ്നേഹവും പരിശുദ്ധമായിട്ട് സന്തോഷവാസത്തിനാണ് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഞങ്ങളുടെ എല്ലാ ഭയാണ് കുടുംബത്തിൽ പ്രവേശിക്കുന്ന മകനോടും മകനായിട്ട് ഒക്കെയുണ്ട് മകനോടും ദൈവമാകണമേ. ദൈവമായ കർത്താവിന്റെ സാന്നിധ്യമായ ബലമായിട്ട് അനുഗ്രഹമായി സഹായിക്കുന്നു.
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ദൈവമാവശ്യങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് ഞങ്ങളോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമറിയമേ, തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളെ അനുഗ്രഹം തന്നെ രണ്ട് ലോകങ്ങളെയും എന്നേക്കും ചെയ്യപ്പെടുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോട് കൂടെയും നീ മുഖാന്തരം ഉണ്ടാകുവാൻ അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളാത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയയാൽ ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞ് കഴിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിന്റെ വത്സലന്മാരുടെ ഗണത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം കരേറ്റുമാറാകണമേ. ഹോശോ ഞാൻ പാപം ചെയ്തു, നിന്റെ ദ്രോഹങ്ങളെ ഞാൻ ചെയ്തു. അത് നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായത്തിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അനുഭവിച്ചു പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ ബലിതാത്മകർമ്മമാകുന്നു. ദൈവം ഉറങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. അപ്പോൾ ദൈവമേ
ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്ത ഗുണമുള്ള ഐകമത്യമുണ്ടാവുകയും ചെയ്യണമേ. ഓശോ അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പുകഴ്ചയും അനശ്വരമായ നല്ല മഹത്വവും നിത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ തമ്പുരാനെ ഞങ്ങളെ നീ യോഗ്യരാക്കി തീർക്കണമേ. വിജാതിപുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയ രക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസിയിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത ജയകരമായ നിന്റെ ശരീരങ്ങൾ അതിന് മോതിരമായിട്ട് വെളിപ്പോടെ നീ നൽകി അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽകത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്നേഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകും. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായി മണവാട്ടി ജ്ഞാനസമ്പൂർണ്ണരും നിറവുള്ളവരുമായി തീരുവാൻ ഇടയാകണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും ലേച്ഛതകളിൽ നിന്നും തിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായി മനോറയെ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്ക് ഇരുവന്മാരും മാലാഖമാരും ഇവിടെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മനോറയിലേക്ക് കരുണയോടെ ആനയിക്കുകയും ചെയ്യണമേ. ഓശോ ബകുൽ സുബാൻ ലവൽമീ
ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടി സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകി പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റിബേക്കയുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാകട്ടെ. മണവാളനെ തന്നെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുതൽ കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയോട് മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീതമായ സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിങ്ങളുടെ സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ഓശോ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്നേഹ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടന്റെ സൈന്യങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. ആദ്യഭാഗം മോതിരവാഴ്ച അവസാനിച്ചിരിക്കുകയാണ്. 2 മോലകൾ ചേർത്ത് ഇരുവാനും സഭ അംഗീകരിക്കുകയും ചെയ്തതിൻ്റെ അടയാളമായിട്ടാണ് ഒന്നാമത്തെ ക്രമം. വന്യ വലിയ ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടെയാണ് ഇവിടെ നിൽക്കുന്നത്. ഈ പള്ളിക്കുള്ളിൽ നിൽക്കുന്ന പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്ത് അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുക. എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇന്നലെ വരെ ഇവർ കണ്ടിരുന്ന 2 സുഹൃത്തുക്കൾ അല്ലെങ്കിൽ 2 പ്രിയപ്പെട്ടവർ അവരിന്ന് ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. അവരുടെ മനസ്സിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. വലിയ താമസമില്ലാതെ ഞങ്ങൾക്ക് ഇതുപോലെ നിൽക്കാൻ സാധിക്കും എന്നുള്ള ആ സന്തോഷം കൊണ്ട് നമ്മുടെ സ്ത്രീജനങ്ങളിലെ കുറേ കുഞ്ഞുങ്ങൾ വളരെ സന്തോഷത്തിലാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത് ഒരു കൂദാശയിൽ പങ്കുചേരുവാൻ വേണ്ടിയാണ്. അതിന് സാക്രമെന്റ് എന്നാണ് പറയുന്നത്. സാക്രമെന്റ്, കൂദാശ എന്നാണ് പറയുന്നത്. എന്താണ് കൂദാശ എന്ന് പറഞ്ഞാൽ അറിയാമോ? അപ്രത്യക്ഷമായ കൃപകളുടെ പ്രത്യക്ഷമായ അടയാളം. ഇതിനാണ് കൂദാശ അല്ലെങ്കിൽ സാക്രമെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഞങ്ങൾ ഈ വൈദികര്
കറുത്തകുപ്പായും ഈ വേഷവും ഇവിടെ പ്രധാന കാർമ്മികൻ കാപ്പായും ഒക്കെ ഇട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇവര് ഒരു ചടങ്ങ് നടത്തുകയല്ല, ഒരു ഈവന്റ് നടത്തുകയല്ല, ഒരു പ്രോഗ്രാം നടത്തുകയല്ല, മറിച്ച് ദൈവത്തിൻ്റെ സിംഹാസനമാകുന്ന വിശുദ്ധ ത്രോണോസിന്റെ മുമ്പാകെ നിന്ന് ഈ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹമായി തീരുവാൻ വേണ്ടി ഒരു പ്രാർത്ഥന നടത്തുകയാണ്. അതാണ് ഈ വിവാഹ കൂദാശയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപ്രത്യക്ഷമായ കൃപകളുടെ പ്രത്യക്ഷമായ അടയാളങ്ങൾ. ഇവിടെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ പ്രത്യക്ഷമായിട്ട് പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ അപ്രത്യക്ഷമായി ചില കൃപകൾ ഇവർക്ക് ലഭിക്കുകയാണ്. ഇതാണ് കൂദാശ എന്ന് പറയുന്നത്. എന്നാൽ ഈവന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം, ഒരു പരിപാടി കഴിഞ്ഞാൽ അടുത്ത പരിപാടി കഴിഞ്ഞാൽ വേറൊരു പരിപാടി. ഇതാണ് ഈവന്റ്. ഈ സാക്രമെന്റ് ഈവന്റായി മാറുമ്പോൾ അവിടെ ഈവിൾ കയറി വരും. വല്ലതും മനസ്സിലായോ? എന്തായി? സാക്രമെന്റ് ഈവന്റായി മാറുമ്പോൾ അവിടെ ഈവിൾ വരും. കഥ കേൾക്കാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാണല്ലോ. അവിടെ അടിച്ചോട്ടം കളിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. അവർ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ച് അവർ ഇങ്ങോട്ട് നേരെ കഥ പറയാനായിട്ട് പോവുകയാണ്. എന്താണ് കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വലിയ കാട്. ആ വലിയ കാട്ടിൽ ഒരു കൊമ്പനാനയും ഒരു പിടിയാനയും ഉണ്ടായിരുന്നു. കൊമ്പനാന, 2 കൊമ്പുള്ള ആന. ആ ആനയുടെ കൂടെ ഒരു പിടിയാനയും ഉണ്ടായിരുന്നു. അവർ വളരെ സ്നേഹത്തോടുകൂടെ ജീവിക്കുന്ന ആനകളായിരുന്നു. പക്ഷേ ഈ കാട്ടിൽ ആ പ്രദേശങ്ങളിലൊക്കെ അതിശക്തമായ കൊടും വേനൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ കാട് ഇങ്ങനെ നശിച്ച്, ഇലകളെല്ലാം നശിച്ച്, ആ കാട്ടിനുള്ളിലെ വെള്ളമെല്ലാം തീർന്ന് തടാകങ്ങൾ വറ്റി വരണ്ടു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കൊമ്പനാനയും പിടിയാനയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ഇനി നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെയാ നമ്മൾ ജീവിക്കുന്നത്? അപ്പോഴ് ഈ കൊമ്പനാനയോട് അതിൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് പറഞ്ഞു, ഈ കാടിൻ്റെ ഉള്ളിൽ, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ അരികിൽ എല്ലാ ജീവികളും വന്ന് നിൽക്കുകയാണ്. പക്ഷെ അവർക്കൊന്നും വെള്ളം കുടിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം അവർക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേന് അതങ്ങ് താഴ്ന്നു പോകുക, ചെളിക്കുണ്ട് പോലുള്ള സ്ഥലമാണ്. പക്ഷേ ആ ചെളിക്കുണ്ടിൻ്റെ അങ്ങേയറ്റത്ത് ഒരു ചെറിയ കുഴിയിൽ കുറച്ച് വെള്ളമുണ്ട്. അത് കുടിക്കുവാനായിട്ട് അനേകർ അവിടെ വന്ന് നിൽപ്പുണ്ട്. ധാരാളം ജീവികൾ അവിടെ വന്ന് നിൽപ്പുണ്ട്. നിങ്ങൾ ആനകളല്ലേ, അവിടെ വരെ ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞങ്ങൾക്കും ഇച്ചിരി വെള്ളം കിട്ടും, നിങ്ങൾക്കും കുടിക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ 2 ആനകളോട് എന്ത് ചെയ്തെന്ന് അറിയാമോ? ഇതൊക്കെ നടന്ന് അവിടെ ചെന്നു കൊമ്പനാനയും പിടിയാനയും ഇടയ്ക്കിടയ്ക്ക് വർത്താനം പറയുന്നുണ്ട്, നന്നായിട്ട് പറയുന്നുണ്ട്. അവർ കൊമ്പനാന ഭാര്യയോട് പറഞ്ഞു, നീ അതിനകത്ത് നിന്റെ തുമ്പിക്കൈ ആദ്യം ഇച്ചിരി വെള്ളം എടുക്കണം. അപ്പം പിടിയാന പറഞ്ഞു, അതല്ല, അച്ചാച്ചൻ്റെ തുമ്പിക്കൈ ഇട്ട് ഇച്ചിരി വെള്ളം എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരും അവിടെ എത്തിയിട്ട് അവിടെ 2 പേരും കണ്ണിൽ നോക്കുകയാണ്. ഈ ചെറിയ കുഴിയിൽ നിന്ന് അവരുടെ തുമ്പിക്കൈയിൽ മാത്രം കയറുവാനുള്ള ഈ വെള്ളം ആരാണ് എടുക്കുന്നത്? 2 പേരും നടന്ന് ആ ചെളിക്കുണ്ടിന്റെ അവിടെ കാല് പതുക്കെ വെച്ച് തുമ്പിക്കൈ അങ്ങോട്ട് നീട്ടി. അപ്പൊ പിടിയാനയോട് കൊമ്പനാന പറഞ്ഞു, നിന്റെ തുമ്പിക്കൈ അങ്ങോട്ട് നീട്ട, ഇപ്പം ഇച്ചിരി വെള്ളം കിട്ടും. എന്നിട്ട് ഈ വെള്ളം എടുത്തോ. പക്ഷേ 2 പേരും കണ്ണിൽ നോക്കുന്നതല്ലാതെ ആ കുഴിയിലെ വെള്ളം അല്പം പോലും തീരുന്നില്ല. കാരണം ഒരാളൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം മുഴുവൻ തീരും. അപ്പോഴവര് 2 പേരും എന്ത് ചെയ്തെന്നറിയാമോ? 2 പേരും പരസ്പരം കണ്ണിൽ നോക്കിക്കൊണ്ട് അല്പാൽപ്പം എടുത്തു. എന്നിട്ട് അവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ ഷെയർ ചെയ്തു എന്ന് മാത്രമല്ല, അവിടെ നിന്ന് എടുത്ത വെള്ളം കുറച്ച് അവിടെ ആ കരയിൽ വെള്ളത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന മറ്റു ജീവികൾക്കും ഇച്ചിരി അവർ തളിച്ചു കൊടുത്തു. നമ്മുടെ കുടുംബജീവിതം എന്ന് പറയുന്നത് ഇതാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ സെൽഫ് സെന്റേർഡായി മാറുവാനായിട്ട് പാടില്ല. ഇപ്പൊ ഭാര്യയും ഭർത്താവും ആയി കഴിഞ്ഞത് കൊണ്ട് ഇനി ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എന്നുള്ള ആ ഒരു ലോകത്തേക്കല്ല നമ്മൾ ജീവിക്കുന്നത്. ഒരു ഷെയറിങ് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ അപ്പനുണ്ട്, നമ്മുടെ അമ്മയുണ്ട്, നമ്മുടെ സഹോദരങ്ങളുണ്ട്, നമ്മുടെ സഹോദരിമാരുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേരുമ്പോഴാണ് ഒരു കുടുംബമായി മാറുന്നത്. അതുകൊണ്ട് ഒരു നല്ല കുടുംബം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഷെയറിങ്
അതുപോലെ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോഴാണ് ഒരു നല്ല കുടുംബം ഉണ്ടാകുന്നത്. അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അത് സാക്രമെന്റിൽ പങ്കേറുന്നാൽ മാത്രം പോരാ, ഷെയറിങ്ങും കെയറിങ്ങും ഉണ്ടായാൽ മാത്രം പോരാ. ഇതെല്ലാം ഉണ്ടായാലും ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബം ഛിന്ന ഭിന്നമായി പോകും. അതുകൊണ്ട് ഏറ്റവും ആദ്യമായി നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിനാണ്. ദൈവത്തിന് കൊടുത്തിട്ട് മാത്രമേ മറ്റെന്ത് കാര്യങ്ങൾക്ക് നമ്മൾ സമയം ചെലവഴിക്കാനായിട്ട് ശ്രമിക്കാറുള്ളൂ. ദൈവത്തിന് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കാം. പ്രിയപ്പെട്ടവരെ, 24 മണിക്കൂർ നമുക്കുണ്ട്, 60 സെക്കൻഡ് ഉണ്ട്, അതുപോലെ 365 ദിവസം നമുക്കുണ്ട്. പക്ഷേ നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തുമാത്രം സമയം മാറ്റിവെക്കുന്നു എന്ന് ഓരോ മനുഷ്യരോട് ചിന്തിക്കുക. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ആദ്യം നമ്മുടെ കർത്താവിന് നമ്മുടെ രക്ഷകന് നിങ്ങളെ ഒരുമിച്ച് ചേർത്ത ദൈവത്തിനായിരിക്കണം ആദ്യം പ്രാധാന്യം നൽകുന്നത്. അപ്രകാരം ദൈവത്തെ ഓർത്ത്, ദൈവത്തെ കണ്ട് ദൈവികമായി ജീവിച്ചാൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹമായിരിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ദീർഘമായ കാര്യങ്ങൾ പറയാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നല്ല ദൈവാശ്രയമുള്ള ഒരു കുടുംബമായി നിങ്ങൾ മാറട്ടെ. രണ്ടാമത്, കൂദാശയ അനുഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരായി നിങ്ങൾ മാറട്ടെ. മൂന്നാമത്, ഷെയറിങ്ങും കെയറിങ്ങും അതുപോലെ തന്നെ പ്രാർത്ഥനയുമുള്ള ഒരു കുടുംബമായി നിങ്ങളുടെ കുടുംബം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അവസരം തന്ന പ്രിയപ്പെട്ട വികാരിയച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. കഴിവില്ലാത്ത മണവാക്യങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ആ വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും ഇടയിലും നിന്നുകൊണ്ട് നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. നിന്റെ ഐശ്വര്യങ്ങളുടെ നൽവരത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ.
നിന്റെ ദിവ്യാകൽപ്പനയിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാപുത്രശുദ്രോഹായുമായുള്ളവരെ സന്തോഷ ഉല്ലാസങ്ങളോടുകൂടെ നമുക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയി സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വം ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാധരിക്കുവാനോ കഴിയുന്നില്ല എന്നുള്ളവനും അധികാരികളുടെ കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലം ബന്ധിതമായിരിക്കുന്നവനും തന്റെ പരമത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്തവനുമായ കർത്താവിനെ സ്തുതി. ദൈവമായ കർത്താവെ, വിശ്വാസികളെ വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യസ്നേഹമുള്ളവരുമാകുന്നു. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയുന്നു.
വെള്ളത്തെ ശ്രേഷ്ഠമായി വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഞങ്ങളെവരും നിന്റെ വലതുഭാഗത്തുനിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ അകുൽ സർവകാലസർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും വിഷയായുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ സാധന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും എന്നാൽ വിഷയാസഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവാകുന്ന പ്രകാരം കർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭാവിഷയായി കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മിശിഹായുടെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിനെ നിലകൊണ്ട് കഴിയുകയും വചനത്താൽ വെണ്ണയുള്ളതാക്കി അവിടെ കരയോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തന്നെ പ്രതീക്ഷിക്കുന്നതിനും അവൾ കണക്കെടുക്കുകയും പരിശുദ്ധയുമായിരിക്കുന്നതിന് വേണ്ടിയാണ്. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സായിരിക്കാനുമായിട്ട് നിന്റെ പിതാവിനെ മാതാവിനെ ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. നമ്മുടെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവേ വിശുദ്ധായ എവങ്കേലിയോൻ ദൈവത്തിന്റെ വചനങ്ങളെ കേൾക്കണോ. വിശുദ്ധായ ലോകത്തിന് ജീവനും രക്ഷയും പ്രഘോഷിക്കുന്ന പ്രഘോഷകനാകുന്ന വിശുദ്ധ മത്തായി ശ്ലീഹായിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുമിശിഹായുടെ മനുഷ്യാവതാര നാളുകളിൽ ഇപ്രകാരം സംഭവിച്ചു. യേശുദമ്പരാൻ ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ
ഭാര്യ മറുകരയിൽ യഹൂദന്റെ അതിർത്തിയിലെത്തി. ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ ദൈവത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്തത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്തതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ ദൈവത്തോട് ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്തുതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, വരൻ ലഭിച്ചോണല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മന ഷണ്ഡന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കപ്പെടുന്നവരുമുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കുന്നവരുമുണ്ട്. പരിശുദ്ധരുടെ നാമത്തിൽ ഈ കിരീടങ്ങളും നിവാരിക്കപ്പെടുന്ന ശിരസ്സുകളും എന്നേക്കും ആസ്വദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. വാനിൽ
മകുടം രമ്യം അക്ഷയഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതികരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുവാൻ നിനക്കിടയാകുകയും ചെയ്യട്ടെ. ജീവിതത്തിൽ സന്തോഷിക്കുന്നവരായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ വിഷയാതമ്പുരാൻ യഥാർത്ഥമായ നിന്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മശിഹാതന്റെ സഭയിൽ പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുടെ വലതേ വന്ന് നിങ്ങളിൽ ആവസിച്ച എല്ലാ ഉപദ്രവങ്ങളും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽക്കർ സഭയുടെ വഞ്ചനയിൽ നിങ്ങളെ സംരക്ഷിക്കുവാനാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മൗത്തപ്പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കി ആ പാപിനിയോടുള്ള പോലെ നിങ്ങളുടെ കടങ്ങളും പാവങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുപാതകളെ പോലെ അനുതാപത്താൽ നിങ്ങൾ സ്വർഗരാജ്യ അവകാശികളായി തീരട്ടെ. നമ്മുടെ വാങ്ങിപ്പോയവരുടെ പാപപരിഹാരം പ്രാപിക്കട്ടെ. മിസ്രയീമിൽ കൂട്ടിക്കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധമായിരിക്കും സ്തുതികരേറ്റാം. ഓശോ കൂലസ്ബാലവന്യേ Senhor,
പ്രിയ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങൾ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുകയെന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ പരിഗണിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്രീബായുടെയും വെടിപ്പുള്ള ഏവന്റെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുൻപാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും ഹൃദയ വിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു. അറിയാത്തവന്റെ മുൻപാകെയാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും സിംഹാസന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയുമൊന്ന് സമൃദ്ധിയായി ആവശ്യമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവത്തിനുമായ വിശുദ്ധ കന്യകമറിയാവുകയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ പദ്ധതി എന്നേക്കും നിങ്ങളിൽ ആവശ്യം ചെയ്യുമാറാകട്ടെ. കർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യയെ ഭർത്താവിന് വർദ്ധിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിന് വില നിർവഹിപ്പാൻ കടപ്പെട്ടവളാകും. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ വർദ്ധിക്കണം. നമ്മുടെ ഭർത്താവായ ശിക്ഷയുടെ കൃപ ഞങ്ങളിൽ നിങ്ങളെന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ Solo
നാഥനേശു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം. ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം.
നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ഞാനെന്നൊരേ ജന്മം നീ തന്ന സമ്മാനം ആനന്ദമാം ഉറവേ ആരാകിലും നിന്നിൽ ചേരേണ്ടവർ ഞങ്ങൾ ഓരോ ദിനം കഴിയേ കാറ്റിൻ്റെ കാലൊച്ച കേൾക്കുമ്പോഴും നീ വന്ന പോലുള്ളിൽ തോന്നുന്നിതാ നെഞ്ചു നീറിടുമ്പോഴും എന്റെ താളമായി നീ. ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താ നീ എന്ന നാമം പൊരുളേ ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ഉയിരിൻ നാഥനെ ഒരു കോടി മംഗളം വരമരുളി മകരന്ദ ബിന്ദുവായി പ്രിയ നിമിഷം ഒരു 100 പൊൻതിരി കണിവിളക്കായി ഒരു സൂര്യമാനസം കളമെഴുതി ഒരു സ്നേഹസാഗരം തിരയിളകി മധുരോപഹാരമായി സ്വരമൊഴുകി ഇത് പുണ്യമുണർന്ന സുവർണ ദിനം ഒരു കോടി മംഗളം വരമരുളി മകരന്ദ ബിന്ദുവായി പ്രിയ നിമിഷം
घंटी बिग बैन दी पूरा लंदन ठुमकदा ओ जदों नच पैन दी पूरा लंदन ठुमकदा तू घंटी बिग बैन दी पूरा लंदन ठुमकदा മുന്തിരി പറക്ക പറക്ക മടുക്കുവോളം തിന്നുക്കെ തിന്നുക്കെ തേങ്ങ കൊത്തൊന്ന് കൊറിക്ക കൊറിക്ക വെത്തലും പാക്കും ചവയ്ക്ക ചവയ്ക്ക പന്തല് മുഴുവൻ തിരക്ക തിരക്ക പെണ്ണ് ചെക്കനും വേർക്ക വേർക്ക പെണ്ണിന്റെ മൊഞ്ച് കണ്ടോക്കിയ കണ്ടോക്കിയ ചെക്കന്റെ പത്രാസ് കണ്ടോക്കിയ കണ്ടോക്കിയ പെണ്ണും ചെക്കനും കെട്ടും കഴിഞ്ഞ് നടന്നു വരുമ്പോ ചിരിക്ക ചിരിക്ക പെണ്ണും ചെക്കനും കെട്ടും കഴിഞ്ഞ് നടന്നു വരുമ്പോ ചിരിക്ക ചിരിക്ക வெத்தல மாத்தி முடிச்சு பையன் வந்தாச்சு பூவை தொடுத்து சேல மடிச்சு பொண்ணு வந்தாச்சு கண்டத பேசி டைம் வேஸ்ட் பண்ணாத பையன் தங்கம் மிஸ் பண்ணாத சாரே சாரு யாரு கால பிரபு டோய் அள்ளி அள்ளி குடுக்கு கால பிரபு டோய் சாரே சாரு யாரு கால பிரபு டோய் அள்ளி அள்ளி குடுக்கு கால பிரபு டோய்
നല്ല പിതാവേ, അനുഗ്രഹം നിറഞ്ഞ നല്ല ദിവസത്തിനായി നന്ദിയോട് നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, അടികളെല്ലാവരും ദൈവം വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഈ ഭവനത്തിൽ കൂടി വരുവാൻ നീ ഒരുക്കി തന്ന വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ, ഇന്ന് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹം നിറഞ്ഞ ഈ ദിവസത്തിനായി ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് ക്ഷമിച്ച് അവരുടെ ജീവാന്ത്യം വരെയും ഒരു കൈയോടെ കർത്താവെ ഒരു മനസ്സോടെ ജീവിക്കുന്ന മക്കളായി തീർക്കുവാൻ നീടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനം പറയുന്ന പോലെ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ എന്നും അവർ ഒരു ഹൃദയമായി ജീവിക്കുവാൻ എന്റെ സ്വർഗസ്ഥനായ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ജീവിതത്തിൽ ഒരു ദുഷ്ടാത്മാവ് കയറി വന്ന് ശത്രുത ഉണ്ടാക്കുവാൻ അവിടെ ഇടയാക്കല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്നും ഏത് ദുഃഖത്തിലും ഏത് സുഖത്തിലും സന്തോഷത്തിലും അവർ ഒന്നിച്ച് പരസ്പരം ദൈവമേ എല്ലാം കൈമാറി ജീവിക്കുന്ന മക്കളാക്കി തീർക്കുവാൻ നീ ഇടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം തമ്പുരാന്റെ പരിശുദ്ധമായ കരം ഏത് നേരത്തും അവരുടെ കൂടെ അവരുടെ ജീവിതത്തിൽ അവരുടെ ജോലിയിൽ അവരുടെ കുടുംബജീവിതത്തിൽ എല്ലാം അവിടുന്ന് ആയിരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരു ദുഷ്ടന്മാർ തൊടുവാനോ നോക്കുവാനോ ഒരിക്കലും ഇടയാക്കല്ലേ ഞങ്ങൾ അനുഗ്രഹിച്ചവരെ പ്രാർത്ഥിക്കുന്നു. രണ്ട് കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സന്തോഷത്തോടെ ദൈവമേടങ്ങൾ പിരിയുമ്പോൾ നീ പിരിയാത്തവനായി ഈ കുഞ്ഞുങ്ങളുടെ കൂടെയും മറ്റെല്ലാവരുടെയും കൂടെ ഈ രണ്ട് ഭവനങ്ങളുടെ മേലും ഇന്നും എന്നും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ശത്രുക്കളെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങളുടെ ഞങ്ങളുടെ കാലോടെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, രക്ഷപ്പെടണമേ. എന്തുകൊണ്ടെന്നാൽ ശക്തിയും മഹത്വവും എന്നേ നിന്നുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ാവുന്നു മറിയമേ, തമ്പുരാന്റെ അമ്മച്ചി ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എന്താണ് മൗനം മായാനായി മാത്രം? എന്താണ് 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 മേഘം തോരാതെ പെയ്യാൻ? എന്താണ് 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 നാം ഒന്നാകും ഈ രാവിൻ തീരത്ത് പൊൻതാരങ്ങൾ കൂടേറുന്നു. ആരാരോ ആരാരോ ആലോലം പാടുന്നു, ആകാശം നെഞ്ചിൽ ചായുന്നു. ആരാരും കാണാതെ ആരോമൽ പൊന്തിങ്കൾ ആരാരിൻ ഉള്ളം തേടുന്നു. എന്താണ് മൗനം മായാനായി മാത്രം? എന്താണ്